ചക്ക നമ്മളെ നാട്ടിലൊന്നല്ല കേട്ടോ. ഇങ്ങും മസ്കറ്റിൽ ഒമാനിൽ നമുക്ക് സോഹാറിൽ ചക്ക കിട്ടും. അവിടെ പോയിട്ടുണ്ടെങ്കിൽ കുറേയധികം പ്ലാവുകളുണ്ട്. പ്ലാവിൽ നിന്ന് ഏത് ചക്ക വേണം എന്നുള്ളത് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ മതി. അവിടെയുള്ളവർ നമുക്കത് കയറി പറിച്ചു തരും കേട്ടോ. എല്ലാവരും കൂടിയിരുന്ന് ചക്കയൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ ഒരു അറബ് നാട്ടിൽ നിൽക്കുമ്പോൾ അതൊരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ചക്കയുടെ കൂടെയുള്ള കോമ്പിനേഷൻ ബീഫ് കറിയും കൂടിയാണ് കേട്ടോ. ബീഫ് കറി പൊള്ളിയായിരുന്നേ. ചക്ക നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലായിരുന്നില്ല. ഒരു താഴേക്ക് ഒരു പത്തനംതിട്ട അവിടേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് ചക്ക ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് നമ്മുടെ അടുത്ത് ചക്ക എലിശ്ശേരി എന്നൊക്കെയാണ് പറയുക. ആ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ ഇതുപോലെ കട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ പല അമ്മമാർക്കും മാത്രമുള്ളൊരു കഴിവാണ്. എൻ്റെ അമ്മക്ക് ആ ഒരു കഴിവില്ല. അതുകൊണ്ട് തന്നെ എനിക്കും ആ ഒരു കഴിവില്ല കേട്ടോ. കയ്യിൽ വെച്ച് കട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് കട്ടിംഗ് ബോർഡ് മസ്റ്റാണ്. അല്ലാതെ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമേ അല്ല. ഒരു ചെറിയൊരു പീസ് പോലും ആ ഒരു രീതിയിൽ എനിക്ക് കട്ട് ചെയ്യാനേ കഴിയില്ല. ചിലപ്പോൾ എനിക്ക് ഞാൻ കണ്ടു വളർന്നത് കട്ടിംഗ് ബോർഡിൽ കട്ട് ചെയ്യുന്നത് കണ്ടത് കൊണ്ടായിരിക്കാം. അമ്മയും അമ്മമ്മയും ഒക്കെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലാണല്ലോ നമ്മളും അതൊക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്യുക. പക്ഷെ എനിക്ക് കട്ടിംഗ് ബോർഡ് മസ്റ്റാണ് കേട്ടോ. ഇവിടെ എന്നെ പോലെ കട്ടിംഗ് ബോർഡ് മസ്റ്റായിട്ടുള്ളവർ പോലെ കയ്യിൽ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ.